അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. പണ്ടെന്നായുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. നമ്മുടെ നൗഷാദ് ഹസനി ഉസ്താദിനെയും ഹാഫിൽ ഉസ്താദിനെയും ഒക്കെ ചൊറിയാൻ വേണ്ടി ഈ ശൈത്താനി തരീക്കത്തുകാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആദ്യകാലത്തിലൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്തു, ഇവരെയൊക്കെ അംഗീകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവർക്കും മനസ്സിലായി ഈ ശൈത്താനി തരീഖത്തിൻ്റെ പോക്ക് വഹാബി കൂടാരത്തിലേക്കാണ് എന്ന് അവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പം അങ്ങോട്ടൊന്നും ഏശാതെ വന്നപ്പോൾ സാധാരണക്കാർക്ക് ചില്ലറ കാശ് കൊടുത്ത് അവരെ ഇറക്കിയിട്ടുണ്ട്. പ്രായം ചെന്ന ആൾക്കാർ ഈ ബീഡി വലിക്കാനൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ അവരെന്ത് ചെയ്യും, വരും. അപ്പോൾ അവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ഓരോന്നിങ്ങനെ പറയിപ്പിക്കുക. എന്നിട്ട് പറച്ചിലെന്താ, സാധാരണക്കാർ പ്രതികരിക്കാൻ തുടങ്ങി, സാധാരണക്കാർ പ്രതിരോധിക്കാൻ തുടങ്ങി. ഏതാ സാധാരണക്കാർ? ഈ സുന്നി ഏതാണെന്നോ മുജാഹിദ് ഏതാണെന്നോ ഈ ഷെയ്ത്താനി തരീഖത്ത് ഏതാണെന്നോ മഹാനായ ഹസനി ഉസ്താദിനെയോ അല്ലെങ്കിൽ ഹാഫിൽ ഉസ്താദിനെയോ ഒന്നും അറിയാത്തവരാണ് ഈ സാധുക്കൾ. അവർക്ക് 10,000-200 രൂപ കയ്യിൽ കൊടുക്കും, അവരെ കൊണ്ടെന്ത് ചെയ്യും, പറയിപ്പിക്കും. ഇതാണ് സാധാരണക്കാർ പ്രതികരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ പറയുന്ന പ്രധാന കണ്ടന്റ് എന്താ? സമർപ്പണം. ഞങ്ങളുടെ മശായിഖന്മാർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന വിഷയം അത് ആത്മാർത്ഥമായിട്ടായിരിക്കും. സമർപ്പിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കും. നിങ്ങൾക്ക് സമർപ്പണോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഓർമ്മയുണ്ടോ, ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രമാണം വെച്ചിട്ട് മുക്കിയത്? ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് സമർപ്പിച്ചതിൻ്റെ ഫലമാണ് നോളജ് സിറ്റി. ആലപ്പുഴ ജില്ലയിൽ നിന്നും പൈസ പിരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് എത്രയോ ലക്ഷങ്ങളാണ് പിരിച്ചെടുത്തത്. അങ്ങനെ പൈസ തന്ന കൂട്ടത്തിൽ പെട്ട ഒരാൾ നോളജ് സിറ്റി പോയിട്ട് വന്നിട്ട് പറഞ്ഞത്, എന്തിനാ ഈ 40 കോടി മുടക്കി ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയത്? ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി ആർക്ക് മുക്കാൻ? ആർക്കാണ് അതുകൊണ്ടുള്ള ഉപകാരം? അപ്പം നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ അർപ്പണവും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കല്ലേ ചക്കരവാവേ. ഞങ്ങൾ സമർപ്പിക്കുന്നത് ആത്മാർത്ഥമായി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അർപ്പിക്കേണ്ട കാര്യങ്ങൾ ആണ് ഞങ്ങൾ അർപ്പിക്കുന്നത്, സമർപ്പിക്കുന്നത്. അതിന് കിടന്ന് മോങ്ങിയിട്ട് കാര്യം ഇല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസിൽപ്പെട്ടൊരു കാര്യം നൗഷാദ് ഹസനി പറഞ്ഞു. ഓതി പഠിക്കേണ്ട സമയത്ത് ഇജ്ജ് വല്ലതും അടിച്ച് നടന്നാൽ ഇതൊക്കെ തിരിയുവോ ചങ്ങായി? വല്ലതും അടിച്ച് നടന്നാൽ തിരിയുവോ? പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ? കിതാബുകളൊക്കെ എടുത്ത് നോക്കണ്ടേ? നിക്കാഹിൻ്റെ ബാബൊക്കെ നോക്കുമ്പോൾ മറ്റുള്ള കിതാബുകളൊക്കെ നോക്കണ്ടേ? മഹല്ലി മാത്രം നോക്കിയാൽ മതിയോ? ബാക്കിയുള്ള കിതാബുകളൊക്കെ നോക്കണ്ടേ? അപ്പം തിരിയില്ലേ വിഷയം എന്താണ്? പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ കറങ്ങി നടന്നാൽ തിരിയോ? ഇത് അതിൻ്റെ പ്രശ്നമാണ് ഇപ്പം ബള 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 നടിക്കുന്നത്. തിരിഞ്ഞോ? പറയുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം ഈ കുരുവട്ടൂർ ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന KC അബ്ദുള്ള മൗലവി തൻ്റെ അനുയായികളിൽ നിന്ന് സമർപ്പണം എന്ന പേരിൽ ഭൂമി, ആധാരം, പണ്ടം, പൈസ ഇതൊക്കെ സ്വരൂപിക്കുന്നുണ്ട് എന്നും ആ പൈസ കൊണ്ട് ബിസിനസ് നടത്തിയിട്ട് ബിസിനസ് ടൂർ എന്ന് പറഞ്ഞിട്ട് അയാൾ കറങ്ങുകയാണ് എന്നും അദ്ദേഹത്തിൻ്റെ അനുയായികളെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മഗ്‌രിബിൻ്റെ ശേഷം തെറി പറയുന്ന 3 ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തു. ഓല പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് ആ ചാൻസിലൂടെ ഇവൻ ലക്ഷറി ജീവിതം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടി എന്ന നിലക്ക് ആ സംഗതിയെ ന്യായീകരിച്ചുകൊണ്ടും ഞങ്ങളെ ഷേഖിന് ഞങ്ങൾ എല്ലാം സമർപ്പിക്കുമെന്നും
പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു ഭാഗത്തിന് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണത്. ആ സമർപ്പിക്കണൊക്കെ ശരി തന്നെയാണ്. സമർപ്പിക്കും ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ കോമാടന്റെ മുമ്പിൽ സമർപ്പിക്കൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. സ്വർണം കട്ടുകാണ്ട്, പിന്നെ പേരീ സ്ഥലമൊക്കെ പണയപ്പെടുത്തിയാണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകാണ്ട്, അതുപോലെ സ്വർണം പണയപ്പെടുത്തിയാണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഓന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇതിന് ചെറിയ ആയത്തോ ഹദീസോ പറഞ്ഞ ഇതിനാജ് പറയേണ്ടത് ഇതല്ല സമർപ്പിക്കലേ. എന്നിട്ട് ആ സമർപ്പിക്കുന്ന ആൾക്കാർ വഴിയാധാരമാക്കുക. മനസ്സിലായോ? ഇതിന് മഹാന്മാരെ തെളിവുണ്ട് എൻ്റെ അടുത്ത്. സ്വർണം പണയപ്പെടുത്താനും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും പിന്നെ സ്വർണം കക്കാനും ഇങ്ങനെ സമർപ്പിച്ച മഹാന്മാരെ ഏതെങ്കിലും ഉണ്ട് എൻ്റെ അടുത്ത്? ഉണ്ടെങ്കിൽ പറ ഹാംകുൽ വടൂസേ. കേട്ടല്ലോ നിങ്ങൾ. അതിന് ഞാൻ മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. ഈ കൂട്ടരെ കണ്ട് പല ആൾക്കാരും പേടിച്ച് വീടിൻ്റെ ഉള്ളിൽ ഓടി ഒളിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരെ കാണുമ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. കാരണം 24 മണിക്കൂറും പിരിവാണ്. ഒരാൾ മരിച്ചാൽ പിന്നെ ആ ഒരു വർഷം പിന്നെ പറയണ്ട. ആർക്കെങ്കിലും അസുഖം വന്നാലോ അതും പിന്നെ പറയണ്ട. അതിൻ്റെ പിറകിൽ പിന്നെ മുതലെടുപ്പാണ് ഇവന്മാർക്ക്. പറഞ്ഞാലോ സുന്നത്ത് ജമാഅത്ത് മുഴുവൻ ഈ പൈസയ്ക്കകത്താണ്. പൈസയ്ക്കകത്താണ് സുന്നത്ത് ജമാഅത്ത്. അപ്പോൾ പിരിവിൻ്റെ ഹോൾസെൽ സമുച്ചയമാണ് സാധുക്കളായ ഞങ്ങളുടെ മശായിഖന്മാർ പറയുന്നതനുസരിച്ച് ഞങ്ങളാൽ കഴിയുന്നത് സമർപ്പിച്ചപ്പോൾ അതിനെ കൊച്ചാക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇവിടെ എഴുതി വെച്ചു, ഇവിടെ നായുണ്ട് സൂക്ഷിക്കണം ഉമ്മാരെ പേടിച്ച്. ചിലപ്പോൾ ഈ പിരിക്കുന്നവർ സാധുക്കളായിരിക്കാം. അവർ ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് പിരിക്കുന്നതാകാം. പക്ഷേ വാങ്ങിച്ച് ആരാ പുട്ടടിക്കുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.